ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിഷ്ണുവിൻ്റെ വിധി വരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. കൃത്യസമയത്ത് കാർത്തികയെ കൊണ്ട് ശാലിനി വരാതെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് അർജുൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ. അങ്ങനെ കേസിന്റെ ഹിയറിംഗ് തുടങ്ങുകയാണ്. പാലത്തിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ബോഡി റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണെന്ന് അർജുൻ വാദിക്കുന്നു. അതിനുള്ള തെളിവുകളും അർജുൻ കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് അല്പം ഭയത്തോടെ നിൽക്കുകയാണ് മധുശ്രീയും ചന്ദ്രബോസും. എന്നാൽ കാർത്തികയെ കൊന്നെന്ന് തന്റെ ഗുണ്ടകൾ പറഞ്ഞതിന്റെ ധൈര്യവും അവരുടെ മുഖത്ത് കാണാം. കാർത്തിക മരിച്ചില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് കാർത്തികയെ നിങ്ങളെന്താ ജീവനോടെ കൊണ്ടുവരാത്തതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അതിനുത്തരമില്ലാതെ നിൽക്കുകയാണ് അർജുൻ. തുടർന്ന് ജഡ്ജി പറയുകയാണ്, എന്താണെങ്കിലും കാർത്തിക ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാർത്തികയെ നിങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ കോടതി ഈ കേസിന്റെ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന അർജുൻ ഞെട്ടലോടെ നിൽക്കുമ്പോൾ മധുശ്രീയും ചന്ദ്രബോസും സന്തോഷത്തോടെ നിൽക്കുന്നു. പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിന്റെ വിധി പറയാൻ പോവുകയാണെന്ന് ജഡ്ജി പറയുമ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ശാലിനിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മധുശ്രീയും ചന്ദ്രബോസും. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വിഷ്ണുവിന്റെ രക്ഷകയാകാൻ ശാലിനിക്ക് സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.